ദിവസേന നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കുന്നു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് മൂലം ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ച മട്ടിലാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ 6 ഡോക്ടർമാർ വേണ്ട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിലവിൽ 2 താൽക്കാലിക ഡോക്ടർമാർ മാത്രമാണ് ഡ്യൂട്ടിയിലുള്ളത്. 2020 ബ്ലോക്ക് ലെവൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയിൽ ഉയർത്തപ്പെട്ട പുറ്റടിയിലെ ഗവൺമെന്റ് ആശുപത്രിയുടെ അവസ്ഥ ഇപ്പോൾ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് താഴെയാണ്. കഴിഞ്ഞ വർഷം നിരവധി പ്രതിഷേധങ്ങളും ജനകീയ സമരങ്ങളും നടന്നതിന്റെ ഫലമായി കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിയമിച്ചുവെങ്കിലും ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. മെഡിക്കൽ ഓഫീസർ ചാർജുള്ള ഡോക്ടർ പ്രസവാവധിയായതിനാൽ മാസങ്ങളായി പകരം സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. അസിസ്റ്റന്റ് സർജൻ ഉൾപ്പെടെ കുറഞ്ഞത് 6 ഡോക്ടർമാരെങ്കിലും വേണ്ട സ്ഥാനത്ത് നിലവിൽ താൽക്കാലിക ജീവനക്കാരായ 2 ഡോക്ടർമാർ മാത്രമാണ് ദിവസേന OP വിഭാഗത്തിൽ സേവനത്തിനുള്ളത്. 300ഓളം രോഗികൾ ദിവസേന OPയിൽ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ഈ ആശുപത്രിയോടുള്ള ആരോഗ്യവകുപ്പിന്റെ അവഗണനയ്ക്കെതിരെ വീണ്ടും ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പൊതുപ്രവർത്തകനും HMC അംഗവുമായ ഷാജി രാമനാട്ട് പറഞ്ഞു. ഡെയിലി 200-അധികം OP നടക്കുന്ന ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാരെ ഒന്നും ഇവിടെ കാണാനില്ല. PSC എഴുതിയ ഡോക്ടർമാരുടെ ഒരു 4 പേരോളം ഇവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഡോക്ടർ പോലും ഇവിടെ സേവനത്തിനായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ HMC ഡോക്ടറാണ് ഇപ്പം നിലവിൽ ഒരാളുള്ളത്. ഈ ഒരു ഡോക്ടർ വേണം 200ഓളം OP നോക്കാനായിട്ട്. അതിനിടയ്ക്ക് ഒന്നിക്കൊന്നിരാടെ ഇടവിട്ട് വല്ലപ്പോഴുമൊക്കെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ വരുന്നു, പെട്ടെന്ന് തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ 50 വർഷത്തോളം പഴക്കമുള്ള ഈ ഹോസ്പിറ്റലിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഡോക്ടർമാരുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ ഒരു ഡോക്ടറെ, നല്ല രീതിയിലുള്ള ഒരു സർജനായിട്ടുള്ള ഡോക്ടറെ നമുക്കിവിടെ നിയമിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ സാധാരണക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു ചികിത്സകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെ എല്ലാ ആവശ്യം. അതുപോലെ തന്നെ ചക്കുവള്ളം, വണ്ടൻമേട്, കരുണാപുരം ഈ 3 പഞ്ചായത്തുകളിലുള്ള സാധാരണക്കാരായ രോഗികൾക്കും ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വരേണ്ടത്. ഇവിടെ പ്രസവം മുതൽ പോസ്റ്റ്മോർട്ടം മുതൽ ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ ഒന്നും തന്നെ നടക്കുന്നില്ല. രോഗികൾ വന്ന് മണിക്കൂറുകളോളം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഡോക്ടറിൻ്റെ സേവനം കിട്ടുന്നില്ല. 35-40ഓളം മറ്റ് സേവനം അനുഷ്ഠിക്കുന്ന മറ്റ് ആൾക്കാർ ഇവിടെ ഉണ്ട്. ആ അനുഷ്ഠിക്കുന്ന ആൾക്കാർ അതുവഴി ഇതുവഴി ഓടി നടക്കുന്നതല്ലാതെ ഡോക്ടർമാരുടെ സേവനം ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ഇതൊരു ദൗർഭാഗ്യകരമായൊരു വ്യവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി അധികാരികൾ ശ്രദ്ധ ചെലുത്തണം. ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനകീയ സംവിധാനത്തിൽ കൂടി ഞങ്ങൾ സമരപരിപാടിയിലോട്ട് ഇറങ്ങും എന്നുള്ള കാര്യം അറിയിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും പുതിയതായി 1-ലധികം കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന് ആനുപാതികമായി ആശുപത്രിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയോ ആവശ്യത്തിന് ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരെ നിയമിക്കുകയോ ചെയ്യാൻ ആരോഗ്യവകുപ്പ് തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന്റെയും ഐസൊലേഷൻ വാർഡിന്റെയും ഉദ്ഘാടനം നടന്നത്. 7 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയാക്കി വണ്ടൻമേട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ മാറ്റുമെന്ന് അന്നത്തെ യോഗത്തിൽ MLA അടക്കമുള്ളവർ ഉറപ്പ് നൽകിയതാണ്. എന്നാൽ ഇതിനുശേഷം 1 വർഷമാകാറായിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഡോക്ടർമാരുടെ അഭാവം മൂലം ഉച്ചകഴിഞ്ഞുള്ള OP വരെ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അടിയന്തരമായി കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's Jewelryയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's Jewelry, കോട്ടയം കട സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.